കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മളെ കാണുന്നത്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന അങ്ങാടിപ്പുറം എന്ന സ്ഥലത്താണ് തിരുമാന്ധാംകുന്ന് എന്ന ഈ പ്രശസ്തമായ ക്ഷേത്രം സ്ഥിതി ചെയ്തു വരുന്നത്. അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രം മാത്രമല്ല കേട്ടോ, അതുകൂടാതെ അങ്ങാടിപ്പുറം തളി ശിവക്ഷേത്രം, എടത്തുംപുറം ശ്രീകൃഷ്ണ ക്ഷേത്രം, അതുപോലെ തന്നെ ആൽക്കൽമണ്ണ ധന്വന്തരി ക്ഷേത്രം, മാണിക്യപുരം ധർമ്മശാസ്ത മഹാവിഷ്ണു ക്ഷേത്രം, പിന്നെ രാവർമർണ ശിവക്ഷേത്രം, പിന്നെ അതുപോലെ മീൻകുളത്തിക്കാവ് ഭഗവതി ക്ഷേത്രം, പാലക്കാട് ശിവക്ഷേത്രം, പല്ലൂർക്കാവ് ഹരിയാംപുരം മഹാവിഷ്ണു ക്ഷേത്രം, പിന്നെ അതുപോലെ തന്നെ മുതുവറ മഹാവിഷ്ണു ക്ഷേത്രം എന്നിങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ, ഈ ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങാടിപ്പുറം ഒരു ക്ഷേത്ര നഗരമായിട്ടാണ് അറിയപ്പെടുന്നത്. തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം അതുപോലെ ഭദ്രകാളി ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ് മീനമാസത്തിലെ പൂരനാളിൽ നടത്തപ്പെടുന്ന തിരുമാന്ധാംകുന്ന് പൂരവും, വൃശ്ചിക മാസത്തിലെ കളമെഴുത്തും പാട്ടും, തുലാമാസത്തിലെ 38 വെള്ളിയാഴ്ച നടക്കുന്ന മഹാമംഗല്യ പൂജയും, പിന്നെ കന്നിമാസത്തിൽ നവരാത്രി തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അതുമാത്രമല്ല, എല്ലാ ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസ്യ ദിവസങ്ങളിലും മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ 1-ാം തീയതിയും ജന്മനക്ഷത്ര ദിവസവും ദർശനം നടത്തുന്നതും ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തിരുമാന്ധാംകുന്നിൽ അമ്മയുടെ ഈ ഒരു പ്രതിഷ്ഠയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഭഗവതി പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. 6 അടിയോളം ഉയരമുള്ള ദാരു വിഗ്രഹമാണ് മാതൃശാലയിൽ. വടക്കോട്ട് ദർശനം വെച്ചാണ് ഈ ദേവി ഉള്ളത്. ഇടതുകാൽ മടക്കി വെച്ച വലതുകാൽ താഴോട്ട് തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ളത്. 8 കൈകളോട് കൂടിയ ഭഗവതിയുടെ കൈകളിൽ ശൂലം, സർപ്പം, വാൾ, പരിച തുടങ്ങിയുള്ള ആയുധങ്ങളും, ധാരികന്റെ ശിരസ് പിടിച്ചുകൊണ്ടിരിക്കുന്ന രൂപഭാവങ്ങൾ കൊണ്ട് ഭദ്രകാളിയാണെങ്കിലും ദുർഗ, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ ഭാവങ്ങളിലും തിരുമാന്ധാംകുന്നിലമ്മ ആരാധിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂരിലെ പ്രതിഷ്ഠയേക്കാൾ അല്പം കൂടി ഉയരം ഇവിടുത്തെ ഈ ഒരു പ്രതിഷ്ഠയ്ക്കുണ്ട്. രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 8 വരെയുമാണ് ഈ ക്ഷേത്രത്തിലുള്ള ദർശനം.